പ്ലാസ്റ്റിക് വയർ കൊണ്ട് ബാഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ ബോക്സ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ബോക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മനസ്സിലായി കാണത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ബോക്സ് നോട്ട് എന്നും അതിൻ്റെ ബാഗ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഈ നോട്ട്സ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ റണ്ണിങ് വയറാണ് ഈ ഗ്രീൻ കളറിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ റണ്ണിങ് വയർ. റണ്ണിങ് വയർ എന്നൊന്നും പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവത്തില്ല. ഇത് ഞാൻ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യം, ഇല്ലെങ്കിൽ അത് കുരുങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ വയറുകൾ നമ്മൾ ഓരോ നോട്ടാക്കി മാറ്റിയിട്ട് വേണം നമ്മൾ ബാഗിനെ ചെയ്തെടുക്കാൻ. ഈ കാണുന്നതാണ് ഗ്രീൻ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, ഇതിൽ ഓരോ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഓരോ കണ്ടല്ലോ, ഫ്ലവറിൻ്റെ ഷേപ്പ് കണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള നോട്ട്സ് ഇട്ട് നമുക്ക് ബാഗ് ചെയ്യാം. അതായത് ആംല നോട്ട്, ബിസ്ക്കറ്റ് നോട്ട്, ശിവൻകൺ നോട്ട്, ഒരുപാട് തരത്തിലുള്ള ജാസ്മിൻ നോട്ട്, പലതരത്തിലുള്ള നോട്ട്സ് വെച്ച് ഏത് ഡിസൈനിലുള്ള ബാഗ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല പെർഫെക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു നോട്ടാണ് ബോക്സ് നോട്ടെന്ന് പറയുന്നത്. എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. മറ്റുള്ള നോട്ട്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യമോ അല്ലെങ്കിൽ ചെയ്ത് പഴകിയവരുടെ കാര്യമോ ഒന്നുമല്ല പറയുന്നത്. തുടക്കത്തിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ട്സാണ് ബോക്സ് നോട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ബോക്സ് നോട്ട് നിങ്ങൾക്ക് ഈ ബാഗിൽ ഞാൻ ഇട്ട് കാണിക്കാം. തുടക്കത്തിൽ ഇങ്ങനെ നമുക്ക് ബോക്സ് നോട്ടുകൾ ഇട്ട് നമുക്ക് ബാഗുകൾ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ നോട്ട്സുകളായിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു നോട്ട് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന സമയം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ബോക്സ് നോട്ടായാലും ഏതൊരു നോട്ടായാലും അത് ഇടുന്നതിന് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാഗ് ഫുള്ള് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്കും സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പതുക്കെ പഠിക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാനിവിടെ 2 കളറിലുള്ള വയറാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബോക്സ് നോട്ട് ഇടാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തിനാ ഇത്ര വിശദമായിട്ട് പറയുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഈ ബാഗിനെ സംബന്ധിച്ച് തോന്നും. എങ്ങനെയാണ് ഇതിൻ്റെ നോട്ട്സുകൾ ഇടുന്നത്, എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിന് ഹൈറ്റ് വെക്കുന്നത്, എങ്ങനെയാണ് ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്, വയറുകൾ എങ്ങനെയാണ് മെഷർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഒരു തുടക്കത്തിൽ എനിക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടായിരുന്നോ അതുപോലെ തന്നെ തുടക്കത്തിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ സംശയങ്ങൾ തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ആ സംശയങ്ങളൊക്കെ ഒന്ന് തീരുന്ന രീതിയിൽ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനോട് ഇഷ്ടമുള്ളവരും ഇതിനോട് കുറച്ച് ക്ഷമയുള്ളവരും, ക്ഷമ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്ഷമയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് ക്ഷമയും കുറച്ച് ഇഷ്ടവും പിന്നെ ഒരു ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. നമ്മൾ ഒരുപാട് സമയം ഒരു ബാഗ്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സായത്. കാരണം നമ്മൾ ഇതിനകത്തിൽ ഒരു മെഷീനറീസും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഹാൻഡ് മെയ്ഡ് ഐറ്റമാണിത്. നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ക്ഷമയും നമ്മുടെ സമയവും ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണിത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഓർഡർ കിട്ടിയാൽ നാളെ ഞങ്ങൾക്കൊരു ബാഗ് വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. 4 or 5 ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസങ്ങൾ എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങളിതൊരു വരുമാന മാർഗമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് സെയിൽ ചെയ്യാനായിട്ട്. ആവശ്യക്കാർ ഒരുപാട് ഉണ്ടാകും, പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ അതിന് കിട്ടുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.
ആൾക്കാർ വിചാരിക്കും 60 അല്ലെങ്കിൽ 70 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് വയർ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ചെയ്യുമ്പോഴാണോ ഇത്രയും വില ബാഗിന് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ 60 അല്ലെങ്കിൽ 70 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് വയർ വാങ്ങിച്ചാൽ ആ ഒരു പാക്കറ്റ് വയർ കൊണ്ട് നമുക്ക് ബാഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബാഗ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു 3-4 റോള് വയർ വേണം. അപ്പോൾ 60 രൂപ വെച്ചാണെങ്കിൽ ഒരു 240 രൂപ കൊടുത്ത് നമ്മൾ വയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ എത്ര രൂപ നമുക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും? അപ്പം നമ്മുടെ കഷ്ടപ്പാട്, നമ്മളുടെ ഇത്രയും ദിവസത്തെ നമ്മുടെ മെനക്കേട്, ഇതെല്ലാം നമുക്ക് അതിനകത്തിൽ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങളായാലും അതിൻ്റെ വില മറ്റുള്ളവരോട് പറയാനായിട്ട്. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് വയ്യ, ഇത് ചെയ്തിട്ട് എങ്ങനെ, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പണിയല്ല ഇത്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നല്ല ക്ഷമയും സമയവും ഒക്കെ കൊടുത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നിങ്ങൾ ചുമ്മാതെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു, എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് കഴിയുമ്പം അവർ നിങ്ങൾക്ക് ഓർഡറൊക്കെ തരും. ഞാനിപ്പോൾ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഈ ബാഗ് കണ്ടല്ലോ, ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന നോട്ട്സുകൾ ഇതെല്ലാം നമ്മുടെ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നോട്ട്സുകൾ, ഒരു നോട്ട് ഇടാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അത് കാണിച്ചു തന്നത്. അതുപോലെ എത്ര നോട്ട്സുകൾ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ബാഗിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ എത്ര സമയം അതിന് വേണ്ടി നമ്മൾ കൊടുക്കണം. ഇതെല്ലാം നോട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാലോ പിന്നെ ഇതിനെല്ലാം മടക്കി അകത്തേക്ക് വെക്കണം. അതിനുശേഷം അതിന് നല്ലൊരു ഹാൻഡിൽ കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിലേ ഈ ബാഗിനൊരു പെർഫെക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളതിനൊരു വില നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ബോക്സ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വയറിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ വേറൊരു വയറെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ വൈറ്റ് കളറ് വയറൊന്ന് മാറ്റിയിട്ട് ഞാനൊരു വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ബോക്സ് നോട്ട് ഇടുന്നതെന്ന് പഠിക്കാം. ആദ്യം ഈ നോട്ട്സ് പഠിക്കണം കേട്ടോ. നന്നായിട്ട് ഈ ബോക്സ് നോട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ബാഗ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഈ ഗ്രീൻ കളർ വയറിനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇത് മടക്കിയെടുക്കുമ്പം ഈ വയറ് ശ്രദ്ധിച്ചല്ലോ, ഇതിനൊരു പുറവശമുണ്ട്, ഒരു അകവശമുണ്ട്. അകവശം കുറച്ച് അകത്തേക്കൊന്ന് വളഞ്ഞിരിക്കുന്ന പോലെ, പുറവശം നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സർഫസാണ്. അപ്പോൾ ആ വയർ കാണുമ്പോൾ തന്നെ നമുക്ക് പുറവകവും മനസ്സിലാകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് അതിനെ നേരെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പം ഉൾവശം അതിനകത്തേക്ക് മടക്കിയിരിക്കുന്ന ഭാഗവും നല്ല സ്മൂത്തായിട്ടുള്ള വശം പുറത്തും വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇതൊരു കാര്യമൊന്നുമില്ല, നമുക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ അടുത്ത വയറും വയലറ്റ് കളർ വയറും ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്ത് കഴിയുമ്പം ഈ 2 വയറിനും ഓരോ ലൂപ്പുണ്ട്. ലൂപ്പെന്ന് വെച്ചാൽ നമ്മളിതാ നോക്കുമ്പോൾ ഒരു റൗണ്ടിലുള്ള ഒരു ഭാഗം കണ്ടല്ലോ, അതിൻ്റെ ഒരു ലൂപ്പ്. അതിനുള്ളിലേക്കാണ് നമ്മൾ ഈ വയറുകളൊക്കെ വെച്ച് കൊടുക്കുന്നത്. 2 വയറിനും അങ്ങനെ ഒരു ലൂപ്പുണ്ട്, ഒരു റൗണ്ട്. അപ്പോൾ ആദ്യം ഇടത് കൈയിലെ വയറിലേക്ക് നമ്മൾ വലത് കയ്യിലിരിക്കുന്ന വയർ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഗ്രീൻ കളറ് വയറിൻ്റെ മുകളിലേക്ക് വയലറ്റ് കളർ വയർ ഇതുപോലെ വെച്ച് കൊടുക്കണം. കണ്ടല്ലോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണേ. നമ്മുടെ ഈ 2 വിരൽ കൊണ്ട് അതിന് ശേഷം അതിനെ നല്ല ടൈറ്റാക്കി പിടിക്കണം. ഇതുപോലെ പിടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഈ കണ്ടല്ലോ, ഒരു ലൂപ്പ് അവിടെ വരുന്നുണ്ട്, ഒരു വയർ താഴേക്ക് പോകുന്നുണ്ട്. ആ താഴേക്ക് പോയിരിക്കുന്ന ഗ്രീൻ വയറിനെ ഇതിൻ്റെ മുകളിലൂടെ മടക്കി കൊടുക്കണം. ഇതുപോലെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഗ്രീൻ കളർ ഇടത് കയ്യിലിരിക്കുന്ന വയറിൻ്റെ മുകളിലേക്ക് വയലറ്റ് കളർ വയർ ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മുടെ 2 വിരൽ കൊണ്ട് അതിനെ നല്ല ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം താഴേക്ക് പോകുന്ന ഇടത് കൈയിലുള്ള വയറിൻ്റെ താഴേക്ക് പോകുന്ന വയറിനെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ടും വീണ്ടും അതിനെയെല്ലാം കൂടി ടൈറ്റാക്കി പിടിക്കണം. അയഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്.
അതുകൊണ്ടാണ് ടൈറ്റാക്കി പിടിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം വയലറ്റ് കളർ വയറിൻ്റെ താഴേക്ക് പോകുന്ന ആ വയറുണ്ടല്ലോ, താഴെയുള്ള വയർ, അതിനെ എടുത്ത് ഗ്രീൻ കളർ വയറിൻ്റെ ലൂപ്പിനുള്ളിലൂടെ വിടണം. ലൂപ്പ് കണ്ടല്ലോ, അതിനുള്ളിലേക്ക് വിടണം. അവിടെയും ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ബാക്കി വയറെല്ലാം കൂടി നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഗ്രീൻ വയറിനെ താഴേക്ക് പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ആ വയറ് തന്നെ മുകളിലേക്ക് ഒന്നും കൂടി വലിച്ചു കൊടുത്താൽ അത് നല്ല ടൈറ്റായിട്ട് വരും. കണ്ടല്ലോ, ഇതാണ് ബോക്സ് നോട്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ 2 വയറ് വെച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണിത്. എളുപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാണുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തിലില്ല. പിന്നെ ഇനി നമുക്കിതിന് എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ കൂടുതൽ വയറുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ആ വൈറ്റ് കളർ വയർ വെച്ചൊന്ന് ചെയ്ത് കാണിക്കാം. ഇതുപോലെ തന്നെ അടുത്ത ലൂപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. സ്മൂത്തായിട്ടുള്ള ഭാഗം പുറമേയും ബാക്കി കുഴിഞ്ഞിരിക്കുന്ന ഭാഗം അകത്തും വരുന്ന രീതിയിൽ ഈ വയറിനെ ഇതുപോലെ മടക്കി വെച്ചിട്ട് ആ വൈറ്റ് കളർ വയറുണ്ടല്ലോ അതിനെ എടുത്തിട്ട് അതിനെ നേരെ നടുവിലൂടെ മടക്കി ആ വയറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ മുൻപേ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ആ വയലറ്റ് കളറ് വയറുണ്ടല്ലോ അതിനെ എടുത്ത് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡിലേക്ക് പോയിരിക്കുന്ന വൈറ്റ് കളർ വയറിനെ എടുത്ത് ഈ ലൂപ്പിനുള്ളിലൂടെ കയറ്റി വിട്ടിട്ട് നന്നായിട്ട് വലിച്ചെടുക്കാം. ടൈറ്റ് ചെയ്യുമോ അത്. അങ്ങനെ ടൈറ്റ് ചെയ്തെടുത്താൽ അടുത്ത ഒരു നോട്ട് നമുക്ക് കിട്ടി. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് എത്ര വയറ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ 1-2 തവണ കണ്ടു കഴിയുമ്പോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനേക്കാൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, ഞാനും അല്ല. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടത്തോടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ലൊരു ബാഗ് നിങ്ങളെക്കൊണ്ട് ഉണ്ടാക്കി എടുപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അപ്പോൾ 2-3 തവണ ബോക്സ് നോട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. 2-3 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അടുത്ത വീഡിയോയുമായി വേഗം വരാം. ബൈ.